നമസ്കാരം. MIT പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമർ ഇല്ലാതെ എങ്ങനെ ഒരു 12 വോൾട്ട് ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. ഇതിന് വേണ്ടുന്ന സാധനം ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ആണ്, 225 ജൂളിന്റെ. പിന്നെ ഒരു കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഒരു 100 ഓം 2 വാട്ട്സിന്റെ റെസിസ്റ്റർ, പിന്നെ ഒരു 25 വാട്ട്സിന്റെ 1M റെസിസ്റ്റർ, പിന്നെ നമുക്ക് വേണ്ടുന്നത് IN4007 ഡയോഡാണ്, 4 എണ്ണം. പിന്നെ ഒരു സെന ഡയോഡും നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് പോളിസ്റ്റർ കപ്പാസിറ്റർ എടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു 1 വോട്ട്സിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. നമുക്കിത് ഷോർട്ടായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ഈ റെസിസ്റ്റർ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം, കാരണം റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ല. മറ്റേ വർഷം നമുക്ക് ഇതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ 4 ഡയോഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡയോഡ് കൊണ്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉണ്ടാക്കുന്നത്. അതുമായി തന്നെ ഡയോഡിൻ്റെ നെഗറ്റീവുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിക്കാം. ഡയോഡിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് 2 സിൽവർ വര കാണുന്നതാണ് ഡയോഡിൻ്റെ നെഗറ്റീവ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡയോഡിൻ്റെ 2 പോസിറ്റീവുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. വരയൊന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നതാണ് ഡയോഡിൻ്റെ പോസിറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് 4 ലെഗുകൾ ബാലൻസ് വരും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സർക്യൂട്ട് കൊണ്ട് നമ്മുടെ പഴയ എമർജൻസിയുടെ ബാറ്ററിയോ അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ബൈക്കിൻ്റെയോ മറ്റ് ബാറ്ററികളോ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡയോഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ജോയിൻ ചെയ്യുന്നിടത്ത് നമ്മുടെ പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു ലെഗ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. നമുക്ക് ആ എക്സ്റ്റെൻഡ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളൊരു 100 ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡയോഡിൻ്റെ മറ്റൊരു പോസിറ്റീവും നെഗറ്റീവും ജോയിൻ ചെയ്യുന്നിടത്ത് കണക്ട് ചെയ്യാം. ഈ റെസിസ്റ്ററിലും പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ മറ്റ് ലെഗിലുമാണ് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി വരുന്നു. അടുത്തായിട്ട് നമ്മൾ ഒരു സെനർ ഡയോഡാണ് കൊടുക്കുന്നത്. സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് നമ്മൾ ഡയോഡിൻ്റെ നെഗറ്റീവ് ജോയിൻ ആവുന്നിടത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നു. സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡിൽ ഒരു ബ്ലാക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സൈഡ് ഡയോഡിൻ്റെ പോസിറ്റീവിലായിട്ടും കണക്ട് ചെയ്യുന്നു. സെനർ ഡയോഡ് നമ്മൾ വെക്കുന്നത് ഒരു വോൾട്ടേജിൻ്റെ വേരിയേഷനെ കൺട്രോൾ ചെയ്യാനാണ്. അടുത്തായിട്ട് നമ്മളൊരു നോർമൽ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡിലും അതിൻ്റെ പോസിറ്റീവ് ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മൾ ഈ 2 പോയിന്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ DC ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
നമുക്കിത് വേണമെങ്കിൽ ഒരു ബോക്സിലാക്കി ഒരു ക്യാരിയിങ് ചാർജറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കാനുള്ളൊരു വയറാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു വയർ എടുത്തിട്ട് റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത വയർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലും കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എടുക്കാനുള്ള കേബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ AC ഇൻപുട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 230 വോൾട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ തരുന്നുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ DC ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 15 വോൾട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. നമ്മൾ കപ്പാസിറ്ററും സെന ഡയോഡും ഒക്കെ വെച്ചതുകൊണ്ട് നല്ല പ്യുവറായിട്ടുള്ളൊരു DC ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഈ ബാറ്ററി ചാർജിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.